നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. ചേലക്കരയിലെ പരാജയത്തെക്കുറിച്ച് വിശദമായി പരിശോധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. എൽ.ഡി.എഫിന്റെ ഭൂരിപക്ഷം കുറഞ്ഞത് ഭരണവിരുദ്ധ വികാരത്തിന് തെളിവ്. 30 വർഷം ഒപ്പമുണ്ടായിരുന്ന ജമാഅത്തെ ഇസ്ലാമിയെ ഇപ്പോൾ തള്ളിപ്പറയുന്ന സിപിഎമ്മിന് പാലക്കാട്ട് ബിജെപിക്ക് വോട്ട് കുറഞ്ഞതിലാണ് വലിയ ഖേദമെന്നും വി.ഡി. സതീശൻ. ലോകത്തിന് മാതൃകയായ രാജ്യത്തെ പൊതുമേഖലാ സംവിധാനത്തെ കേന്ദ്ര സർക്കാർ ഘട്ടം ഘട്ടമായി തകർക്കുകയാണെന്ന് കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ്. പെൻഷൻ അവകാശമല്ലെന്ന കേന്ദ്ര നിലപാട് മനുഷ്യത്വരഹിതം. പാലക്കാട്ട് കോൺഫെഡറേഷൻ ജില്ലാ സമ്മേളനം. വാഹനത്തിൽ കടത്തുകയായിരുന്ന 30 ചാക്ക് ഹാൻസുമായി യുവാവ് വടക്കാഞ്ചേരി പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് മലപ്പുറം സ്വദേശി അബ്ദുൾ നിഷാദ്. മുള്ളൂർക്കരയിൽ നിയന്ത്രണം വിട്ട ടെമ്പോ ട്രാവലർ ലോറിയിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ 8 പേർക്ക് പരിക്ക്. മങ്കര കോട്ട ഹരിജൻ കോളനി പ്രദേശത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷം. കുടിവെള്ള പദ്ധതിക്ക് മുന്നിൽ കാലിക്കുടവുമായി വീട്ടമ്മമാരുടെ പ്രതിഷേധം. 4 വർഷത്തോളമായി പദ്ധതി അവഗണനയിലെന്ന് ആക്ഷേപം. ഷൊർണൂരിൽ പ്രഭാതം ഭരത് ബാലൻ കെ നായർ സ്മാരക നാടകോത്സവത്തിന് തിരിതെളിഞ്ഞു. ആദ്യ ദിനം അരങ്ങിലെത്തിയത് ആറ്റിങ്ങൽ നടനസഭയുടെ റിപ്പോർട്ട് നമ്പർ 79. ഇന്ന് വൈകിട്ട് 7-ന് എറണാകുളം നാടകവേദിയുടെ പകിട 12. വാർത്തകൾ വിശദമായി. ചേലക്കരയിലെ തോൽവി സൂക്ഷ്മമായി പരിശോധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. എൽ.ഡി.എഫ് സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം കുറഞ്ഞത് ഭരണവിരുദ്ധ വികാരത്തിന് തെളിവാണ്. 30 വർഷത്തോളമായി ജമാഅത്തെ ഇസ്ലാമി സിപിഎമ്മിന്റെ ഒപ്പമുണ്ടായിരുന്നുവെന്നും പാലക്കാട്ട് ബിജെപിക്ക് വോട്ട് കുറഞ്ഞതിൽ ഖേദം സിപിഎമ്മിനാണെന്നും വി.ഡി. സതീശൻ തൃശൂരിൽ പറഞ്ഞു. ചേലക്കരയിലെ തോൽവി പരിശോധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 40,000-ത്തോളം വോട്ടിനാണ് സിപിഎം ജയിച്ചത്. ഭൂരിപക്ഷം 10,000-ത്തിനടുത്തേക്ക് കുറയ്ക്കാൻ കഴിഞ്ഞു. ചേലക്കരയിൽ ഭരണവിരുദ്ധ വികാരമുള്ളതുകൊണ്ടാണ് എൽ.ഡി.എഫിന് ഭൂരിപക്ഷം കുറഞ്ഞത്. ജനങ്ങളെ അപമാനിക്കുന്നതാണ് സിപിഎമ്മിന്റെ പ്രതികരണമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. 2021-നേക്കാളും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാളും കൂടുതൽ ഭൂരിപക്ഷം യു.ഡി.എഫിന് ചേലക്കരയിൽ ലഭിച്ചു. ചേലക്കരയിൽ കഴിഞ്ഞ 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഏകദേശം 40,000-ത്തോളം വോട്ടിനാണ് സിപിഎം ജയിച്ചത്. അത് 12,000 വോട്ടായിട്ട് ഞങ്ങൾ കുറച്ചു. ഏകദേശം 28,000 അടക്കം വോട്ട് കുറച്ചു. അത്രയും കുറവ് വോട്ടാണ് സിപിഎമ്മിന് കിട്ടിയിരിക്കുന്നത്. അവിടെ ഞങ്ങൾ പരമാവധി ശ്രമിച്ചു. ഭരണവിരുദ്ധ വികാരം ഉള്ളത് കൊണ്ടാണല്ലോ 40,000 വോട്ടിൽ നിന്ന് 12,000 വോട്ടായിട്ട് കുറഞ്ഞത്. 40,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. അതായത് 2001 ഞങ്ങൾക്ക് ഏറ്റവും വലിയ വിജയം ഉണ്ടായത്. 1977 ശേഷം ആ 2001 ഞങ്ങൾക്ക് 100 സീറ്റ് കിട്ടി. ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോഴും പ്രതിപക്ഷത്തിന് കിട്ടിയ എൽ.ഡി.എഫിന് കിട്ടിയ 40 സീറ്റിൽ ഒന്നായിരുന്നു ചേലക്കര. 30 വർഷത്തോളമായി ജമാഅത്തെ ഇസ്ലാമി സിപിഎമ്മിന്റെ കൂടെ ഉണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ പോയിട്ടുണ്ട്. എന്നിട്ടാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചു തരാം. ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ ഉണ്ട്. 1996 ഏപ്രിൽ 22 എഴുതിയ എഡിറ്റോറിയൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയെ സ്വാഗതം ചെയ്തുകൊണ്ട് 10-30 വർഷമായിട്ട് ജമാഅത്ത് ഇസ്ലാമി സിപിഎമ്മിന്റെ കൂടെയായിരുന്നു. ഈ പിണറായി വിജയൻ ജമാഅത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് പോയിട്ടുണ്ട്. എന്നിട്ടിപ്പോ ജമാഅത്ത് ഇസ്ലാമി വർഗീയവാദികളാണെന്ന് സിപിഎം പറയാണ് ബിജെപിയുടെ കൂടെ നിന്നുകൊണ്ട്. ഇതൊക്കെ പൊളിഞ്ഞു പോയതാണ് പാലക്കാട്. ഈ പ്രചരണങ്ങളെല്ലാം തകർന്നു പോയതാണ് പാലക്കാട്. എന്നിട്ട് വീണ്ടും അതേ നെറേറ്റീവായിട്ട് മുന്നോട്ട് പോയ 2026 ഈ മഹാദുരന്തമാണ് സിപിഎമ്മിനെ കാത്തിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വോട്ട് കുറഞ്ഞതിൽ സിപിഎം എന്തിന് സങ്കടപ്പെടുന്നുവെന്നും വി.ഡി. സതീശൻ ചോദിച്ചു. ചേലക്കരയിൽ പ്രചരണത്തിൽ ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. പാലക്കാടിനേക്കാൾ നന്നായി പ്രചരണം നടത്തിയത് ചേലക്കരയിലാണ്. തൃശൂർ ജില്ലയിലെ സംഘടനാ സംവിധാനത്തിലുള്ള പാളിച്ചകളും ദൗർബല്യങ്ങളും ഉടൻ പരിഹരിക്കും. 20 വർഷം മുമ്പ് തൃശൂർ എങ്ങനെയായിരുന്നുവോ ആ സ്ഥിതിയിലേക്ക് തൃശൂരിനെ കൊണ്ടുവരുമെന്നും 1 വർഷത്തിനുള്ളിൽ തൃശൂർ ജില്ലയിൽ കോൺഗ്രസ് കൂടുതൽ കരുത്താർജിക്കുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ലോകത്തിന് മാതൃകയായ പൊതുമേഖലാ സംവിധാനത്തെ കേന്ദ്ര സർക്കാർ ഘട്ടം ഘട്ടമായി തകർക്കുകയാണെന്ന് കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ്. പാലക്കാട് നടന്ന കോൺഫെഡറേഷൻ ജില്ലാ സമ്മേളനം കെ. ബാബു എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ ജീവനക്കാരെ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി തസ്തികകൾ വെട്ടിക്കുറയ്ക്കുകയാണെന്ന് കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ്
ജില്ലാ സമ്മേളനം ചൂണ്ടിക്കാട്ടി. ലോകത്തിന് തന്നെ മാതൃകയായ പൊതുമേഖലാ സംവിധാനത്തെ തകർക്കുന്ന ഉദാരവൽക്കരണ നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. പെൻഷൻ അവകാശമല്ലെന്ന കേന്ദ്ര നിലപാട് മനുഷ്യത്വരഹിതമാണെന്ന് കോൺഫെഡറേഷൻ ചൂണ്ടിക്കാട്ടി. വേതനത്തിന്റെയും പെൻഷന്റെയും സുരക്ഷിതത്വം ഇല്ലാതാക്കിയത് കുത്തകകൾക്കു വേണ്ടിയാണ്. രാജ്യത്തിന്റെ സമ്പത്തും സൗകര്യവും കേന്ദ്ര സർക്കാർ കുത്തകകൾക്ക് അടിയറ വയ്ക്കുകയാണെന്നും കോൺഫെഡറേഷൻ ആരോപിച്ചു. സമ്മേളനം കെ ബാബു MLA ഉദ്ഘാടനം ചെയ്തു. കോൺഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് CM രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു. C കൃഷ്ണദാസ്, V ശ്രീകുമാർ, G രാജൻ, K മഹേഷ്, TS പരമേശ്വരൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മങ്കര കോട്ട ഹരിജൻ കോളനി മേഖലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കുടിവെള്ള പദ്ധതിക്ക് മുന്നിൽ കാലിക്കുടവുമായി പ്രതിഷേധിച്ച് വീട്ടമ്മമാർ. 4 വർഷത്തോളമായി പദ്ധതിയുടെ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ ജലവിതരണം ഭാഗികമായിട്ടാണ് നടക്കുന്നത്. കോളനിയിലെ 180ഓളം കുടുംബാംഗങ്ങളുടെ ഏക ആശ്രയമാണ് കോട്ട ഹരിജൻ കോളനിയിലെ കുടിവെള്ള പദ്ധതി. നിലവിൽ നാമമാത്രമായ കുടുംബങ്ങൾക്ക് മാത്രമാണ് വെള്ളം ലഭിച്ചു വരുന്നത്. വാർഡംഗവും പ്രദേശത്തുകാരുമടക്കം നിരവധി തവണ പഞ്ചായത്ത് പ്രസിഡന്റിനെ സമീപിച്ചെങ്കിലും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് കൈയൊഴുകിയാണെന്ന് പ്രദേശത്തുകാർ പറയുന്നു. കുടിവെള്ളം നൽകാൻ പഞ്ചായത്ത് ബാധ്യസ്ഥരാണെന്നും അറ്റകുറ്റപ്പണികൾ നടത്തി ജലവിതരണം നടത്താൻ പഞ്ചായത്ത് നടപടിയെടുക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. നമ്മൾ പ്രാഥമികമായ ചുമതല എന്ന് പറയുന്നത് അവിടെയുള്ള ആളുകൾക്ക് ഏറ്റവും പ്രാഥമികമായ ഒരു പഞ്ചായത്തിന്റെ ചുമതല കുടിവെള്ളം കൊടുക്കുക, അതുപോലെ തന്നെ വെളിച്ചം, വെളിച്ചം, അതുപോലെ തന്നെ റോഡുകൾ, ഇങ്ങനെയുള്ള പ്രാഥമികമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഉത്തരവാദിത്തമുള്ള ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ഗ്രാമപഞ്ചായത്ത് നിൽക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രാഥമികമായി ഏറ്റവും കാലാകാലങ്ങളായി 25 വർഷമായി കൃത്യമായി കുടിവെള്ളം കൊടുത്തിരിക്കുന്ന ഒരു പ്രദേശത്തെ കുടിവെള്ളം മുട്ടിക്കാൻ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ധൈര്യം കാണിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്തവണ ഈ കുടിവെള്ള പദ്ധതി മുട്ടിക്കാൻ ഈ കരട് പദ്ധതിയിൽ പോലും 1 രൂപ പോലും ഈ പദ്ധതിക്ക് വെച്ചിട്ടില്ല. 24 വർഷവും കോട്ട കുടിവെള്ള പദ്ധതിക്ക് പണം നീക്കി വെച്ചിട്ടുണ്ടെങ്കിൽ 25ാമത്തെ വർഷം ഈ ഗോകുലൻ മാഷ് എന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് 1 രൂപ പോലും കോട്ട കുടിവെള്ള പദ്ധതിയുടെ മെയിൻ്റനൻസിന് വേണ്ടി നീക്കി വെക്കാത്ത ബഡ്ജറ്റാണ് ഇത്തവണ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധ സമരം ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ സംഘടിപ്പിക്കുമെന്നും സമരക്കാർ മുന്നറിയിപ്പ് നൽകി. പ്രതിഷേധ സമരം CPM ലോക്കൽ സെക്രട്ടറി ER ശശി ഉദ്ഘാടനം ചെയ്തു. CA കൃഷ്ണൻ അധ്യക്ഷനായി. OM മോഹൻരാജ്, മങ്കര പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV രാമചന്ദ്രൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് A പൊന്നുമണി, KK വേലായുധൻ, കനകമണി എന്നിവർ സംസാരിച്ചു. കോളനിയിലെ 100ഓളം കുടുംബാംഗങ്ങൾ സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാഹനത്തിൽ കടത്തുകയായിരുന്ന 30 ചാക്ക് ഹാൻസുമായി യുവാവ് വടക്കാഞ്ചേരി പോലീസിന്റെ പിടിയിൽ. മലപ്പുറം സ്വദേശി 37 വയസ്സുള്ള അബ്ദുൾ നിഷാദിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വടക്കാഞ്ചേരി പോലീസ് പുലർച്ചെ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് 30 ചാക്ക് ഹാൻസുമായി യുവാവ് പിടിയിലായത്. അങ്കമാലിയിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് കടത്തുകയായിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നമാണ് പോലീസ് പിടിച്ചെടുത്തത്. അനധികൃത ലഹരി കടത്തുമായി ബന്ധപ്പെട്ട് മലപ്പുറം സ്വദേശി 37 വയസ്സുള്ള അബ്ദുൾ നിഷാദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ലഹരിക്കടത്ത് വ്യാപകമാണെന്ന സൂചന ലഭിച്ചിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിലും കർശനമായ പരിശോധന നടത്തുമെന്നും വടക്കാഞ്ചേരി പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മുള്ളൂർക്കരയിൽ നിയന്ത്രണം വിട്ട ടെമ്പോ ട്രാവലർ ലോറിയിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ 8 പേർക്ക് പരിക്ക്. നിലമ്പൂരിൽ നിന്ന് കോട്ടയത്തേക്ക് 14 പേരുമായി പോകുകയായിരുന്ന ട്രാവലറാണ് അപകടത്തിൽപ്പെട്ടത്. നിലമ്പൂരിൽ നിന്ന് കോട്ടയത്തേക്ക് പോകവെ 14 അംഗങ്ങൾ സഞ്ചരിച്ചിരുന്ന ട്രാവലർ പുലർച്ചെ 1:45 മുള്ളൂർക്കരയിൽ നിയന്ത്രണം വിട്ട് ലോറിയിൽ ഇടിച്ചത്. അപകടത്തിൽ 8 പേർക്ക് പരിക്കേറ്റു. വഴിക്കടവ് സ്വദേശികളായ പറത്തോട്ടിങ്ങൽ സദാശിവൻ 67 വയസ്സ്, സുശീല 58 വയസ്സ്, നിത്യ 41 വയസ്സ്, മോഹനൻ 49 വയസ്സ്, വിജയമ്മ 60, സാവിത്രി 52 വയസ്സ്, രാജി 45, അഞ്ജു 27 വയസ്സ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ സംഭവസ്ഥലത്ത് നിന്ന് വടക്കാഞ്ചേരി ആക്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. തീർത്ഥാടക സംഘം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് ലഭ്യമായ വിവരം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. 18ാമത് പ്രഭാതം ഭരത് ബാലൻ കെ നായർ സ്മാരക നാടകോത്സവത്തിന് തിരിതെളിഞ്ഞു. നാടകോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് ബീന ആർ ചന്ദ്രൻ നിർവഹിച്ചു. ഷൊർണൂർ KVR ഹൈസ്കൂളിലെ ബാൽസൻ നഗറിൽ സജ്ജീകരിച്ച വേദിയിൽ 10ഓളം പ്രൊഫഷണൽ നാടകങ്ങളാണ് അരങ്ങിലെത്തുക. നാടകോത്സവം ഡിസംബർ 2 സമാപിക്കും.
എപ്പോഴാണ് മാറി മറിയുക എന്ന് നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല. വളരെ ചെറിയ തിരക്ക് പിടിച്ച ഒരു ലോകത്ത് നിന്ന് അങ്ങനെ കഴിയുന്ന ഞാൻ തടവ് എന്ന സിനിമ എനിക്ക് നൽകിയ വിശാലമായ ഒരു ലോകത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് 16-ാം തീയതി 12 മണിക്ക് എൻ്റെ അവസ്ഥ മാറി. അതുവരെ ഞാൻ ഈ ഭൂമിയോട് ചേർന്ന് കിടക്കുകയായിരുന്നു. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞും മറിഞ്ഞൊക്കെ കിടക്കായിരുന്നു. ഇപ്പൊ ഞാൻ കുറച്ച് എല്ലാവരുടെയും മനസ്സിൽ ഞാനിങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. ഒരുപാട് അകലമുണ്ട് താഴേക്ക്. എപ്പോ വേണമെങ്കിലും എനിക്ക് അവസ്ഥ മാറി താഴേക്ക് പതിക്കാം. അത് ഞാൻ മനസ്സിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദ്ഘാടന ചടങ്ങിൽ പ്രഭാതം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ MR മുരളി അധ്യക്ഷനായി. ട്രഷറർ T സതീഷ് ബാബു സ്വാഗതം ആശംസിച്ചു. P മമ്മിക്കുട്ടി MLA, MK ജയപ്രകാശ് തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. പരിപാടിയിൽ വെച്ച് പ്രഥമ ബാൽസൻ പുരസ്കാരം അഭിനേത്രി കുളപ്പുള്ളി ലീലയ്ക്ക് P മമ്മിക്കുട്ടി MLA സമ്മാനിച്ചു. യൂണിവേഴ്സൽ റെക്കോർഡ് ബുക്ക് ഗ്ലോബൽ അവാർഡ് ജേതാവ് ഡോക്ടർ വാസുദേവൻ വൈദ്യരെ ചടങ്ങിൽ പ്രഭാതം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ MR മുരളി ആദരിച്ചു. ബാൽസൻ ഷൊർണൂർ രചിച്ച 1000 അമാവാസിയും 1001 പൗർണമിയും എന്ന പുസ്തകം MR മുരളി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് ബീന ചന്ദ്രന് നൽകി പ്രകാശനം ചെയ്തു. MB രതീഷ്, CN ഭവദാസൻ, ഉണ്ണി മാസ്റ്റർ, വിലാസിനി ബാൽസൻ, OP ഗോവിന്ദൻകുട്ടി, സുരേന്ദ്രൻ പാപ്പുള്ളി, M മുരളി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഉദ്ഘാടന നാടകമായി ആറ്റിങ്ങൽ നടനസഭ അവതരിപ്പിക്കുന്ന റിപ്പോർട്ടർ നമ്പർ 79 അരങ്ങിലെത്തി. തെക്കൻ തിരുവിതാംകൂറിലെ മലയോര മേഖലകളിൽ 1970കളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് റിപ്പോർട്ടർ നമ്പർ 79 കഥ പറയുന്നത്. സുരേഷ് ദിവാകരനാണ് സംവിധാനം. അപ്പൊ പിന്നെ ബി എന്ന് പറഞ്ഞ് 3 കൊല്ലം നീ ഇപ്പൊ എന്നേക്ക് പോകണം. ഇല്ലാതെ ഈ 5-6 കൊല്ലം ഞാൻ അനുഭവിച്ച വെള്ളം എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവും. എന്ത് പറഞ്ഞാൽ ഈ ഡൽഹി കൂടി വിട്ടതിന്റെ ഞാൻ എങ്ങോട്ട് തരില്ല. ഞാൻ അച്ഛനെ ഒന്ന് പുറം നനച്ച് കിടത്തിയിട്ട് വരാം. നാടകോത്സവത്തിന്റെ 2ാം ദിനത്തിൽ എറണാകുളം നാടകവേദിയുടെ പകിട 12 അരങ്ങിലെത്തും. ഡിസംബർ 2 വരെ നടക്കുന്ന നാടകോത്സവത്തിൽ 10ഓളം പ്രൊഫഷണൽ നാടകങ്ങളാണ് അരങ്ങിലെത്തുന്നത്. എല്ലാ ദിവസവും രാത്രി 7 മണി മുതലാണ് നാടക പ്രദർശനം. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. സംസ്ഥാന ഭിന്നശേഷി ദിനാചരണം ഡിസംബർ 3 തൃശൂർ VKN ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. ദിനാചരണത്തിന്റെ ആലോചനാ യോഗം മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. തൃശൂർ കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് കോൺഫറൻസ് ഹാളിലായിരുന്നു യോഗം. സംഘാടക സമിതി രക്ഷാധികാരിയായി റവന്യൂ മന്ത്രി K രാജനെയും ചെയർപേഴ്സണായി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദുവിനെയും ജനറൽ കൺവീനറായി സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർ G പ്രിയങ്കയെയും തിരഞ്ഞെടുത്തു. ഭിന്നശേഷി ദിനാചരണത്തിൻ്റെ ഭാഗമായി ഈ രംഗത്ത് ശ്ലാഘനീയമായ രീതിയിൽ പ്രവർത്തിച്ച വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പെടുത്തുന്ന ഭിന്നശേഷി പുരസ്കാരങ്ങൾ നൽകി വേദിയിൽ ആദരിക്കുമെന്ന് ഡോക്ടർ R ബിന്ദു അറിയിച്ചു. ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട സ്പെഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെയും റിഥം ട്രൂപ്പിൻ്റെയും വിവിധ കലാപരിപാടികളും ഭിന്നശേഷി ദിനാചരണത്തിൻ്റെ ഭാഗമായി നടക്കും. ADM T മുരളി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ C ചന്ദ്രബാബു, തൃശൂർ കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷാജൻ എന്നിവർ പ്രസംഗിച്ചു. യോഗത്തിൽ ഭിന്നശേഷി രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾ, വിവിധ സംഘടനാ പ്രതിനിധികൾ, ഭിന്നശേഷി സ്ഥാപന പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിജയത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി മണ്ണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. മേഖലയിലെ നിരവധി പ്രവർത്തകരാണ് ആഹ്ലാദ പ്രകടനത്തിന്റെ ഭാഗമായത്. മണ്ഡലം പ്രസിഡന്റ് PK അശ്വജിത്ത്, M ശിവപ്രകാശ്, PA സക്കറിയ, INTUC ജില്ലാ സെക്രട്ടറി PC പ്രീദത്ത്, മുഹമ്മദ് ഫൈസൽ, VM അബൂബക്കർ സിദ്ദിഖ്, VK സത്യകുമാർ, PC കനകരാജ്, P പ്രശാന്ത്, P വിജയലക്ഷ്മി, മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് മീനകുമാരി, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രുതി, തങ്കമണി എന്നിവർ ആഹ്ലാദ പ്രകടനത്തിന് നേതൃത്വം നൽകി. UDFനെ താറടിച്ച് കാണിക്കാൻ വേണ്ടി പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ കാണിച്ച എല്ലാ കാര്യങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ജനാധിപത്യ മതേതര വിശ്വാസികൾ UDFന് വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് വമ്പിച്ച വിജയമാണ് പാലക്കാടും വയനാടും കാഴ്ചവെച്ചത്. ചേലക്കരയിൽ നമുക്ക് അഭിമാനിക്കാനുള്ളത് 40,000 എന്നുള്ള ഒരു ഭൂരിപക്ഷത്തിൽ നിന്നും 12,000 എന്നുള്ളൊരു ഭൂരിപക്ഷത്തിലേക്ക് കോൺഗ്രസിനെ അല്ലെങ്കിൽ UDFനെ കൊണ്ടുവരാൻ പ്രിയങ്കരിയായ രമ്യ ഹരിദാസിനും സാധിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലം ധ്രുവീകരണ രാഷ്ട്രീയത്തിനെതിരെയുള്ള വിധിയെഴുത്തെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ്. ജില്ലാ പ്രസിഡന്റ് PS അബു ഫൈസൽ യോഗത്തിൽ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി മോഹൻദാസ് പറളി, ട്രഷറർ A ഉസ്മാൻ, വൈസ് പ്രസിഡന്റുമാരായ M സുലൈമാൻ, M ദിൽഷാദ് അലി, ചന്ദ്രൻ പുതുക്കോട് തുടങ്ങിയവർ സംസാരിച്ചു. പാലക്കാട് മണ്ഡലത്തിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുനമ്പം വഖഫ് ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തി അതിഭീകരമായ വർഗീയ വംശീയ പ്രചരണ രീതിയായിരുന്നു. അതോടൊപ്പം തന്നെ CPM മുസ്ലിം വോട്ട് ബാങ്കിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി BJPക്ക് സഹായകരമായ രീതിയിൽ പരസ്യം നൽകിയും ധ്രുവീകരണ രാഷ്ട്രീയത്തിലൂടെ പാലക്കാട് മണ്ഡലത്തിൽ BJPക്ക് വിജയ സാധ്യത ഉറപ്പുവരുത്തുന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷേ രണ്ട് കൂട്ടരുടെയും വർഗീയ നിലപാടുകളോട് പാലക്കാട് മണ്ഡലത്തിലെ വോട്ടർമാർ അതിശക്തമായിട്ടാണ് പ്രതികരിച്ചത്. പറയട്ടെ, ഉപതെരഞ്ഞെടുപ്പ് ഫലം BJPയുടെ വംശീയതക്കും CPMന്റെ ധ്രുവീകരണ രാഷ്ട്രീയത്തിനുമേറ്റ കനത്ത തിരിച്ചടിയാണ്. വെൽഫെയർ പാർട്ടിയുടെ വംശീയ രാഷ്ട്രീയത്തിനെതിരായ നിലപാടും അതിനനുസൃതമായ തെരഞ്ഞെടുപ്പ് സമീപനങ്ങളുമാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ വിജയിച്ചിരിക്കുന്നത്. മതനിരപേക്ഷതയുടെ വിജയമാണ്. മണ്ണൂർ പഞ്ചായത്തിൽ ജനകീയ വായനശാല പ്രവർത്തനം ആരംഭിച്ചു. 1-ാം മൈലിൽ ആരംഭിച്ച വായനശാല ചിറ്റൂർ സർക്കാർ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ NS ബ്രിജേഷ് ഉദ്ഘാടനം ചെയ്തു. അസത്യങ്ങൾ പറഞ്ഞു വരുത്തുന്ന ഒരു കാലത്ത് സത്യങ്ങൾ പറയാനുള്ള ഒരു വേദി കൂടി ആവണം ഇത്തരത്തിലുള്ള വായനശാലകൾ എന്ന് പറയുന്നത്. അതിന് നമ്മൾ പോലുള്ള ഇവിടെ കൂടിയ ആളുകളുടെ പങ്കാളിത്തം വളരെ നിർണായകമാണ്. ഇപ്പൊ നമ്മൾ ഉദാഹരണം പല നോവലുകൾ, ഉദാഹരണം ഖസാക്കിന്റെ ഇതിഹാസമൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഖസാക്കിന്റെ ഇതിഹാസത്തിന് ഒരു ഭൂമികയുണ്ട്, അത് തസ്രാഖ് എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS അബ്ദുൽ മുത്തലി അധ്യക്ഷനായി. ആദ്യ മെമ്പർഷിപ്പ് വിതരണം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ ഫാറൂഖ് മണ്ണൂരിന് നൽകി നിർവഹിച്ചു. പരിപാടിയിൽ വെച്ച് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ TR ശശി ഉപഹാരം നൽകി അനുമോദിച്ചു. വായനശാലയിലേക്ക് ആവശ്യമായ പുസ്തകങ്ങൾ എഴുത്തുകാരൻ AV ശശി സംഭാവനയായി നൽകി. OV സ്വാമിനാഥൻ, TR ശശി, ഫാറൂഖ് മണ്ണൂർ, ഷംനാസ്, KV ഹർകിഷൻ എന്നിവർ സംസാരിച്ചു. ജനകീയ കൂട്ടായ്മയിലാണ് ജനകീയ വായനശാല ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ പരുത്തിപ്ര GUP സ്കൂളിൽ ഓറിയന്റേഷൻ ക്യാമ്പ് നടന്നു. ഹെഡ് മിസ്ട്രസ് ഉഷ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ദൈവത്തിൻ
प्यास बुझाई, श्याम गढ़ा ये घुमड़ रही है, नदी नालियां उमड़ रही है, भरे हुए है ताल तलैया, बूंदे गती ताता दैया, ताल लगाते. ഉദ്ഘാടന ചടങ്ങിൽ PTA പ്രസിഡന്റ് രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. സോഷ്യൽ സർവീസ് സ്കീം കോർഡിനേറ്റർ ഷെറീഫ് സ്വാഗതം പറഞ്ഞു. ജീവിതശൈലി രോഗങ്ങളും ആരോഗ്യശീലങ്ങളും എന്ന വിഷയം ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് പ്രിയങ്ക അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് കൃഷ്ണദാസ്, അമ്പിളി, ആശാവർക്കർ സിന്ധു എന്നിവർ സംസാരിച്ചു. തുടർന്ന് അധ്യാപിക റിനിയുടെ നേതൃത്വത്തിൽ ഡിഷ് വാഷ് നിർമ്മാണവും കുട നിർമ്മാണവും നടന്നു. അധ്യാപിക സോളി നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പതിനെട്ടാമത് മണ്ണൂർ നവജ്യോതി അയ്യപ്പൻ വിളക്ക് മഹോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഞായറാഴ്ച രാവിലെ നടന്ന ഗുരുതിയർപ്പണത്തോടെയാണ് ആഘോഷ പരിപാടികൾ സമാപിച്ചത്. മണ്ണൂർ സെൻട്രൽ ബേസിക് UP സ്കൂൾ മുറ്റത്താണ് അയ്യപ്പൻ വിളക്ക് ആഘോഷം സംഘടിപ്പിച്ചത്. രാവിലെ ഗണപതി ഹോമം, ഉച്ചയ്ക്ക് ശാസ്താവിനെ കുടിയിരുത്തൽ, ഉച്ചപൂജ, വൈകുന്നേരം പാലക്കൊമ്പിന് പുറപ്പെടൽ എന്നിവ നടന്നു. തുടർന്ന് കാഞ്ഞിരമ്പാറ മുണ്ടിയൻകാവിൽ നിന്നും ചെണ്ടമേളങ്ങളുടെ അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് മണ്ണൂർ കൈമകുന്നത്ത് കാവിൽ എത്തിച്ചേർന്നു. രാത്രി 7 മണിയോടെ നൃത്തം, തായമ്പക, നവജ്യോതി വിളക്ക് സംഘം അവതരിപ്പിച്ച ഉടുക്കുപാട്ട്, പുലർച്ചെ കാണിപ്പാട്ട്, തുടർന്ന് പാൽക്കണ്ടി എഴുന്നള്ളിപ്പ്, തിരിയൊഴിച്ചൽ, വെട്ടും തടവ്, ആഴിപൂജ എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. ചേലക്കരയിലെ പരാജയത്തെക്കുറിച്ച് വിശദമായി പരിശോധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. LDFന്റെ ഭൂരിപക്ഷം കുറഞ്ഞത് ഭരണവിരുദ്ധ വികാരത്തിനു തെളിവ്. 30 വർഷം ഒപ്പമുണ്ടായിരുന്ന ജമാഅത്തെ ഇസ്ലാമിയെ ഇപ്പോൾ തള്ളിപ്പറയുന്ന CPMന് പാലക്കാട്ട് BJPക്ക് വോട്ട് കുറഞ്ഞതിലാണ് വലിയ ഖേദമെന്നും VD സതീശൻ. ലോകത്തിന് മാതൃകയായ രാജ്യത്തെ പൊതുമേഖലാ സംവിധാനത്തെ കേന്ദ്ര സർക്കാർ ഘട്ടം ഘട്ടമായി തകർക്കുകയാണെന്ന് കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ്. പെൻഷൻ അവകാശമല്ലെന്ന കേന്ദ്ര നിലപാട് മനുഷ്യത്വരഹിതം. പാലക്കാട്ട് കോൺഫെഡറേഷൻ ജില്ലാ സമ്മേളനം. വാഹനത്തിൽ കടത്തുകയായിരുന്ന 30 ചാക്ക് ഹാൻസുമായി യുവാവ് വടക്കാഞ്ചേരി പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് മലപ്പുറം സ്വദേശി അബ്ദുൾ നിഷാദ്. മുള്ളൂർക്കരയിൽ നിയന്ത്രണം വിട്ട ടെമ്പോ ട്രാവലർ ലോറിയിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ 8 പേർക്ക് പരിക്ക്. മങ്കര കോട്ട ഹരിജൻ കോളനി പ്രദേശത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷം. കുടിവെള്ള പദ്ധതിക്ക് മുന്നിൽ കാലിക്കുടവുമായി വീട്ടമ്മമാരുടെ പ്രതിഷേധം. 4 വർഷത്തോളമായി പദ്ധതി അവഗണനയിലെന്ന് ആക്ഷേപം. ഷൊർണൂരിൽ പ്രഭാതം ഭരത് ബാലൻ കെ നായർ സ്മാരക നാടകോത്സവത്തിന് തിരിതെളിഞ്ഞു. ആദ്യ ദിനം അരങ്ങിലെത്തിയത് ആറ്റിങ്ങൽ നടനസഭയുടെ റിപ്പോർട്ട് നമ്പർ 79. ഇന്ന് വൈകിട്ട് 7-ന് എറണാകുളം നാടകവേദിയുടെ പകിട 12. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.